കരുതലിന്റെയും അവസരങ്ങളുടെയും തോരാ പെരുമഴയായി റെഡ് കാർപ്പറ്റ്. Let's begin the show. This is Red Carpet. തികഞ്ഞ ആത്മാർപ്പണമുള്ള കലാകാരികളുടെ വേദിയായ റെഡ് കാർപ്പറ്റിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മുടെ റെഡ് കാർപ്പറ്റിൽ നമ്മോടൊപ്പം അതിഥിയായിട്ട് എത്തുന്നത് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്ത് മലയാള സിനിമയിൽ സ്വന്തമായി ഒരിടം നേടിയ കലാകാരി നമ്മുടെ പ്രിയങ്കരിയായ പ്രിയങ്ക. എന്നിട്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു? ഒരുപാട് നാളുകളായി കണ്ടിട്ട്. അതെ, പക്ഷേ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ഓരോരോ ഫോട്ടോഷൂട്ട് വഴി അറിയാറുണ്ട്. പിന്നെ ഈ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഈ ഒരു പാട്ട് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഒരു നല്ലൊരു പാട്ട് അവരുടെ കരിയറിൽ കിട്ടുക എന്ന് പറയുന്നത് എത്ര വർഷം കഴിഞ്ഞാലും മാറാത്തൊരു സാധനമാണല്ലോ. ഈ ഒരു പാട്ട് ഉള്ളിടത്തോളം കാലം പ്രിയങ്ക ചേച്ചിക്ക് ഒരു സ്പെഷ്യൽ സ്ഥാനം എല്ലാവരുടെ മനസ്സിലുണ്ടാവും. ആ സിനിമയെ കുറിച്ച് നമുക്ക് ആദ്യം സംസാരിക്കാം. എങ്ങനെയായിരുന്നു വെയിൽ എന്ന് പറയുന്ന ഒരു സിനിമയിലേക്ക് പോകുന്നതും അതിലെ ക്യാരക്ടറും അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ? സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരാൻ കാരണക്കാരായിട്ടുള്ള ആള് അഴകപ്പൻ സാറാണ്. അപ്പോൾ ഒമാൻ്റെയാണ്, സാറിൻ്റെ വൈഫ് ഒമാൻ്റെയാണ് സാറിൻ്റെ അടുത്ത് എന്നെ പറ്റി പറയുന്നത്. അങ്ങനെയാണ് ആ സിനിമയിലേക്ക്. അതൊരു നല്ല ടീമായിരുന്നു, നല്ല കഥാപാത്രമായിരുന്നു, നല്ല സോങ്ങും ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഓഡിയൻസിന്റെ മനസ്സിൽ ഇപ്പോഴും അങ്ങനെ നിൽക്കുന്നത്. ഒരു വില്ലേജ് കൈൻഡ് ഓഫ് ക്യാരക്ടർ ആയിരുന്നല്ലോ. അതെ. അപ്പൊ ഈ ലാംഗ്വേജിന്റെ പ്രാക്ടീസ് ആയിക്കോട്ടെ, ഇപ്പോഴത്തെ പോലെ അന്നും വർക്ക്ഷോപ്സും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അന്നത്തെ പ്രിപ്പറേഷൻസ് എങ്ങനെയായിരുന്നു? അന്നത്തെ എനിക്ക് ലാംഗ്വേജ് പ്രശ്നമായിരുന്നു, എനിക്ക് തമിഴൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ അത് ശരിക്കും ആ ഡയലോഗ്സ് ഒക്കെ എഴുതി അന്ന് വാക്ക്മാനിൽ ഇത് റെക്കോർഡ് ചെയ്യിപ്പിച്ചു. ആ ഡയലോഗ്സ് മുഴുവൻ ഇംഗ്ലീഷിലും ഇങ്ങനെ എഴുതി വെച്ചതിന് ശേഷം ഡയറക്ടറിനെ കൊണ്ട് റെക്കോർഡ് ചെയ്യിപ്പിച്ചു. ഭാവനയും ആ സിനിമയിൽ ഉണ്ടായിരുന്നു, പ്രിയങ്കയും ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ രണ്ടുപേരുള്ള ഒരു കോമ്പിനേഷനേ ഉണ്ടായിരുന്നില്ല. ലൊക്കേഷനിൽ രണ്ട് മലയാളികൾ വന്നപ്പോ ശരിക്കും പറഞ്ഞാൽ ആ ലൊക്കേഷൻ ഞങ്ങൾ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. അത് ശരി, ഒരു ദിവസം പോലും കണ്ടിട്ടില്ല? ഇല്ല ഇല്ല ഇല്ല. അഴകപ്പൻ സാറിന്റെ കൂടെയുള്ള വർക്കിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എന്നെ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആക്കിയ വ്യക്തി കൂടെ ആയിരുന്നു അദ്ദേഹം. ഒരുപക്ഷെ അഴകപ്പൻ സാർ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എനിക്കൊരു ഭയങ്കര എനിക്ക് അവിടെയുള്ള ആൾക്കാരെ ആരും അറിയില്ല, എനിക്ക് സിനിമ പുതിയതാണ്. അപ്പൊ എനിക്ക് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. അപ്പൊ എന്ത് കാര്യമാണെങ്കിലും സാർ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, സാർ ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്നുള്ളത് എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഏത് ഏജിലായിരുന്നു അത് ചെയ്തത്? ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ ഷൂട്ടിംഗ് സമയത്തുള്ള എന്തെങ്കിലും രസകരമായിട്ടുള്ള സംഭവം ഇപ്പൊ പെട്ടെന്ന് ഓർക്കാൻ പറയുമ്പോൾ ഓർക്കാൻ പറ്റുന്നുണ്ടോ? അല്ല, രസകരമായിട്ടുള്ളതല്ല, വേദനയാണ്. കാര്യം ഞാൻ അതിൽ 2-3 പ്രാവശ്യം വീണിട്ടുണ്ട്. ഓ, അങ്ങനെ വേദന. അത് ഇപ്പോഴൊക്കെ ആലോചിക്കുമ്പോൾ രസകരമായിട്ട് തോന്നും. അതിനകത്തിലെ ഒരു സീനുണ്ട്, ഈ മേളിൽ ഇങ്ങനെ ഒരു ഊഞ്ഞാല് കെട്ടിയിട്ട് ഇങ്ങനെ രണ്ടുപേരും അതിന് ആ തിയേറ്ററിന്റെ മേളില്. അപ്പൊ ഇങ്ങനെ രണ്ടുപേരും ആ ഊഞ്ഞാല് പോലൊരു സാധനം ഉണ്ട്, അതിലിങ്ങനെ കിടക്കുകയാണ്. പാട്ട് വരുമ്പോഴത്തേക്ക് ശരിക്കും ആർട്ടിലെ ആൾക്കാർ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിലിങ്ങനെ ആട്ടുന്നുണ്ട്. ഈ സാധനം ആട്ടിക്കൊണ്ടിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആള് ശ്രദ്ധിച്ചില്ലെന്ന് അറിയില്ല. അപ്പൊ നമ്മള് പഴയ തിയേറ്ററാണ്, അപ്പൊ ഈ ബെഞ്ചൊക്കെ പോലെ ബെഞ്ചൊക്കെയാണ് ഇട്ടേക്കുന്നത്. ഈ സാധനം പിടിച്ചാട്ടണുണ്ടായിരുന്നു. ഞാനിങ്ങൊന്ന് വീണു. ഞാൻ അത്ര നല്ല ഹൈറ്റിലാ, ഏകദേശം ഈ ഒരു ഫ്ലോറിന്റെ ഒക്കെ ഹൈറ്റ് ഉണ്ട്. അവിടെ നിന്ന് ഞാൻ വന്ന് വീണു. അപ്പൊ എനിക്ക് ആദ്യം വേദനയുണ്ട്, പക്ഷെ അതിനേക്കാളും എനിക്ക് നാണക്കേടാണ് തോന്നിയത് ആദ്യം വന്ന് വീണത്. പക്ഷെ പിന്നെ അങ്ങനെ ആ സെറ്റിൽ ഒരുപാട് അങ്ങനത്തെ അനുഭവങ്ങൾ. പക്ഷെ അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അത്രയും വലിയൊരു ടീം. ശങ്കർ പ്രൊഡക്ഷൻ ആയിരുന്നു, വസന്ത ബാലൻ അദ്ദേഹം ആയിരുന്നു, പിന്നെ പശുപതി സാറ്. നമുക്ക് ഒരു പെർഫോമർ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അവരുടെ ഒരു ചെറിയൊരു വിഷ്വൽ നമ്മുടെ ഈ യാത്രയിലൂടെ കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്, വീടും വിശേഷങ്ങളൊക്കെ, അതൊക്കെ നമുക്കൊന്ന് കാണാം, എന്നിട്ട് അവരെ വിളിക്കാം. ഓക്കെ. മൗനം സ്വരമായി എൻ പൊൻവീണയിൽ സ്വപ്നം മലരായി. ഹായ്, ഞാൻ ഡോക്ടർ ഫെമി ഷാജി. എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളമാണ് സ്ഥലം. ഞാനൊരു ഹോമിയോപ്പതി ഡോക്ടറാണ്. ആരോ സാന്ത്വനമായി മുരളികയോടെ ദൂരെ. എൻ്റെ പാഷൻ എന്ന് പറയുന്നത് സിംഗിങ് ആണ് മെയിനായിട്ടും. കൂടെ ഞാൻ ചെറുതായിട്ട് ആക്ടിങ് ചെയ്യാറുണ്ട്, മിമിക്രി ചെയ്യാറുണ്ട്, മോഡലിംഗ് ചെയ്യാറുണ്ട്, അതുപോലെ യോഗ. ഇതാണ് എൻ്റെ ഫാമിലി. ഇതെൻ്റെ പപ്പ ഷാജി തോമസ്. പപ്പ പിറവത്ത് ഹെർബാലൈഫിൻ്റെ ന്യൂട്രീഷൻ ക്ലബ്ബ് നടത്തുകയാണ്. ഇതെൻ്റെ അമ്മ ബേബി ഷാജി. അമ്മ കൂത്താട്ടുകുളത്ത് ഹെർബാലൈഫിൻ്റെ ന്യൂട്രീഷൻ ക്ലബ്ബ് നടത്തുകയാണ്. ഇനി എനിക്കൊരു അനിയത്തി കൂടിയുണ്ട്, അവളിപ്പോൾ ഇവിടെ ഇല്ല, CAക്ക് പഠിക്കുന്നു. ഷിമി എന്നാണ് പേര്. കോമ്പറ്റീഷന് പോവുകയാണെങ്കിലും ഏതാണെങ്കിലും പഠിക്കാൻ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യും, അങ്ങനെ ഒരു ഇത് ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട്.
അതൊരു നല്ലൊരു കോമ്പറ്റേറ്റീവ് മൈൻഡുണ്ട്, നമുക്ക് നന്നായിട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എപ്പോഴും മനസ്സിൽ കണ്ടിട്ടുള്ള ഒരു ആളാണ് എൻ്റെ മോള്. മതിലുകൾക്കക്കരെ പുഴ കരഞ്ഞിടുന്നു വരിക ഭഗീരഥ വീണ്ടും, വരിക ഭഗീരഥ വീണ്ടും. വാമനന്മാരായളന്നളന്നവരെൻ്റെ തീരങ്ങളിൽ വേലി ചാർത്തി, വേദന പാരതന്ത്ര്യത്തിൻ്റെ വേദന പോരോ ഭഗീരഥ വീണ്ടും. സ്ത്രീകൾക്കേറെ പ്രാധാന്യം നൽകുന്ന, അവരുടെ കലാവാസനകളെ പ്രകടിപ്പിക്കുവാൻ അവസരം നൽകുന്ന അമൃത ടിവിയുടെ റെഡ് കാർപ്പറ്റ് എന്ന ഷോയിൽ പങ്കുചേരാൻ സാധിച്ചതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. വരിക ഭഗീരഥ വീണ്ടും. So let's invite Dr. Femi. Dr. Femi എന്നൊക്കെ ഞാൻ വിളിച്ചപ്പോ ഇങ്ങനത്തെ ഒരു കുഞ്ഞു കുട്ടിയാണ് വരുന്നതെന്ന് ഓർത്തില്ല. ഇപ്പൊ 10th പഠിക്കുന്ന കുട്ടിയെ പോലെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഡോക്ടറുടെ അടുത്ത് നല്ല തിരക്കായിരിക്കും, പ്രത്യേകിച്ച് പുരുഷന്മാരുടെ. ഇത്രയും സുന്ദരിയായ ഒരു ഡോക്ടർ ചികിത്സിക്കാനിരിക്കുമ്പോ എല്ലാവരും എനിക്ക് ആ സുഖം ഈ സുഖം എന്നൊക്കെ പറഞ്ഞ് വരും അല്ലേ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു തിരക്ക് ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. അങ്ങനെയൊന്നുമില്ല. എന്നാ ഇനി അനുഭവപ്പെടട്ടെ, അതല്ല നമുക്ക് വേണ്ട, എപ്പോഴും തിരക്ക് പിടിച്ചിരിക്കണ്ടേ? തീർച്ചയായിട്ടും. ഓക്കെ, സോ എത്ര നാളെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞാനിപ്പോ ലാസ്റ്റ് ഇയർ ആണ് പാസ് ഔട്ട് ആയത്. ഇപ്പോൾ 1 year ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. ആൻഡ് അതിന്റെ കൂടി ഈ കലാജീവിതം, ഒരു ഡോക്ടറായിട്ട് മിമിക്രി ചെയ്യുന്നു, പാട്ട് പാടുന്നു, ഇതൊക്കെ എങ്ങനെയാണ്? ഏത് കുഞ്ഞിലെ മുതൽ ഉണ്ടായിരുന്നോ ഇതൊക്കെ? കൊച്ചിലെ മുതലേ പാട്ട് ഉണ്ടായിരുന്നു. ഒരു 5th ഒക്കെ ആയപ്പോഴാണ് ശരിക്കും പപ്പ ജസ്റ്റ് ഒരു ട്രയൽ നോക്കിയതാണ്, ഇങ്ങനെ മിമിക്രി ചെയ്യുമോ, മോണോ ആക്ട് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊന്ന് ചുമ്മാ പഠിപ്പിച്ചു നോക്കി. അപ്പൊ എന്തോ ലക്കിന് അങ്ങനെ വർക്കൗട്ടായി. ഇപ്പൊ ഈ മേഖലയില് കമ്പാരിറ്റീവ്ലി സ്ത്രീകൾ വളരെ കുറവാണ്. കാര്യം എനിക്ക് കുറേ പേര് അങ്ങനെ ട്രൈ ചെയ്യാറില്ല. പക്ഷെ ട്രൈ ചെയ്യാലും അത് അത്രയും ഈസി അല്ല. അത്രയും സിമിലർ വോയിസ് വരുന്നത് വളരെ കുറച്ചു പേർക്ക് മാത്രമേ കണ്ടിട്ടുള്ളൂ. കൂടെ ആരെയും വന്നിട്ടുണ്ടോ? പപ്പ വന്നിട്ടുണ്ട്. പപ്പയാണല്ലോ നമുക്ക് കാണേണ്ടത്. അപ്പൊ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് സ്വാഗതം. അപ്പൊ അച്ഛനാണ് ആദ്യം കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ ഒരു ട്രൈ ചെയ്യാന്ന് വിചാരിച്ചത് അല്ലേ? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നിയത്, ഒന്ന് ട്രൈ ചെയ്യിപ്പിക്കാമെന്ന്? വളരെ ചെറുപ്പത്തിൽ തന്നെ നന്നായിട്ട് പാട്ട് പാടുന്നുണ്ടായിരുന്നു. അതുപോലെ ചെറിയ ഇമിറ്റേഷൻസ് ഒക്കെ ഈ ടി വിയിലൊക്കെ കാണുന്ന ഇതൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാനൊക്കെ തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ് ഒരു താല്പര്യം തോന്നിയത്. പാട്ട് ഏത് വയസ്സിലാണ് പഠിപ്പിച്ചത്? പാട്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ നഴ്സറിയിലേക്ക് ആദ്യത്തെ ക്ലാസ്സിൽ പോയിട്ട് തിരിച്ചു വന്ന് തന്നെ പാട്ടൊക്കെ പാടിക്കൊണ്ടാവുന്നത്. അതുപോലെ വളരെ ചെറുപ്പത്തിൽ തന്നെ നന്നായിട്ട് പാടാൻ ഒത്തിരി ശ്രമിക്കുന്നുണ്ടായിരുന്നു. എപ്പോഴും പാട്ടായിരുന്നു. പേര് പറഞ്ഞില്ല. എൻ്റെ പേര് ഷാജി തോമസ്. ഷാജി തോമസ്. എന്തായാലും സന്തോഷം എല്ലാവരും പരിചയപ്പെടാൻ സാധിച്ചതിൽ. ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് എന്താ പെർഫോം ചെയ്യാൻ പോകുന്നത്? മിമിക്രി വേണോ പാട്ട് വേണോ, ഏതാ വേണ്ടേ? ആദ്യം ഏതാ വേണ്ടേ ചേച്ചി? പാട്ട് പാടാം. പാട്ട് പാടാം. ഓക്കെ, റെഡി? മിഴിയോരം നിലാവലയോ പനി നീർമുകിലോ കുളിരോ പറയൂ നീ
ശിശിരങ്ങൾ കടം വാങ്ങും ഏതോ രജനിയാമം. ശിശിരങ്ങൾ കടം വാങ്ങും ഏതോ രജനിയാമം. എങ്ങോ കൊഴിയും നേരം എന്തേ ഹൃദയം തേങ്ങി. മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയോ നീ ഇളം പൂവേ. മിഴിയോരം നിലാവലയോ പനി നീർമണിയോ കുളിരോ. മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയോ നീ ഇളം പൂവേ. ശലഭങ്ങൾ സ്വരം മൂളും ഏതോ മുരളീഗാനം. ശലഭങ്ങൾ സ്വരം മൂളും ഏതോ മുരളീഗാനം. എങ്ങോ പൊഴിയും നേരം എന്തേ ഹൃദയം തേങ്ങി. മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയോ നീ ഇളം പൂവേ. മിഴിയോരം നിലാവലയോ പനി നീർമണിയോ കുളിരോ. മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയോ നീ ഇളം പൂവേ. പെർഫോമൻസ് ആയിരുന്നു. ഭയങ്കര ഒരു ഫീൽ ഉണ്ടായിരുന്നു. ചേച്ചി എന്ത് തോന്നി? ഭയങ്കര ഫീലായിരുന്നു. ഓർക്കസ്ട്ര എന്ത് രസമായിട്ടാണ് പ്ലേ അതെ, ചെയ്തത്. അവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ക്ലബ് അസലായിട്ട് അവരും സപ്പോർട്ട് ചെയ്തു. അങ്ങനെ മൊത്തത്തിൽ ഞങ്ങൾ എല്ലാവരും ഫ്ലാറ്റ്. ഇനി എന്താണ് മിമിക്രി? ഇനിയാണല്ലോ നമ്മുടെ മിമിക്രി ഉള്ളത്. അപ്പോൾ അതിൽ മ്യൂസിക് റിലേറ്റഡ് ആയിട്ടാണെന്ന് പറഞ്ഞു. എന്താണ് ബീറ്റ് അങ്ങനെ എന്തെങ്കിലും ആണോ? ഇല്ല, ഞാൻ ചെയ്യുന്നത് മെയിനായിട്ടും ഷഹനായി, അതുപോലെ വയലിൻ, ഫ്ലൂട്ട്, ബ്യൂഗിള്. നമുക്ക് ഷഹനായി കേൾക്കാം. ഓക്കെ, ഷഹനായി കേൾക്കാം. ഓ, കലക്കി കലക്കി. ഇനി ഫ്ലൂട്ട്. ഫ്ലൂട്ട്. ആ, Oh my God. ഗംഭീരായി. സൂപ്പർ സൂപ്പർ. ഇനി ബ്യൂഗിളിന്റെ ശബ്ദം. ആ, ബ്യൂഗിൾ.
Yes. ഇത് ഭയങ്കര രസമുണ്ടായിരുന്നു. അതായത് ഇത് ആ ഫിലിം കാബൂളിവാല അതിലല്ലേ, ആ ഫിലിമിലെ ആ മ്യൂസിക്കുമായിട്ട് ഭയങ്കര സിമിലർ ആയിരുന്നു. സൂപ്പർ. ഇനി ജാനകി അമ്മയുടെ വോയിസിൽ അമ്മയുടെ ഒരു സോങ്. ഓക്കെ, യെസ്, റെഡി. കടലിന്റെ അങ്ങേ കരയിലായി നേരം വെളുക്കുന്ന മേട്ടിൽ അമ്പിളി മാമനെ പോലെന്റെ മാറിലായി ഒട്ടിക്കിടക്കുന്ന മുത്തേ. ആയ കടലിന്റെ അങ്ങേ കരയിലായി നേരം വെളുക്കുന്ന മേട്ടിൽ പോലെന്റെ മാറിലായി ഒട്ടിക്കിടക്കുന്ന മുത്തേ. കണ്ണിലായി എണ്ണയൊഴിച്ചുകൊണ്ട് എത്ര നാൾ കാത്തിരുന്നു ഞാനിരുട്ടിൽ. ഇന്നെന്റെ മൺകുടിൽ മുന്നിലെ തിണ്ണയിൽ മെന്നായി മിന്നുന്ന മുത്തേ. എനിക്ക് തോന്നിയത് ഈ മുഴുവൻ പെർഫോമൻസ് കണ്ടുമ്പോൾ തോന്നിയത് ശരിക്കും മൾട്ടി ടാലന്റഡ് ആണ്. ഇനിയും ഒരുപാട് പാട്ടിലായാലും മിമിക്രിയിലായാലും ഒരുപാട് എക്സ്പെരിമെന്റ്സ് ചെയ്യാൻ കഴിവുള്ള ഒരാളാണ്. നല്ലൊരു കലാകാരിയായിട്ട് വളരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച് അങ്കിൾ. അപ്പം ഇനിയും ഇതുപോലുള്ള സപ്പോർട്ടായിട്ട് എപ്പോഴും ഇവരുള്ളതുകൊണ്ട് പിന്നെ പേടിക്കാനൊന്നും ഇല്ലായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് ശരിക്കും ഞാനിപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിൽക്കാൻ ഏറ്റവും മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ പപ്പ അമ്മ ആണ്. പിന്നെ ഞാൻ പഠിച്ചത് കുലശേഖരത്താണ്, ശാരദാകൃഷ്ണ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ്. അവിടുത്തെ ടീച്ചേഴ്സ് ആയിരുന്നു എൻ്റെ ഏറ്റവും വലിയ എന്നെ ഓരോ വേദിയിലേക്ക് അയക്കാനും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്നത്. അവർക്കൊക്കെ എൻ്റെ വക ഒരു ബിഗ് താങ്ക്സ്. പിന്നെ എല്ലാത്തിനും ഉപരി ദൈവത്തിന് ഏറ്റവും കൂടുതൽ നന്ദി. താങ്ക് യു. ചേച്ചിക്ക് ഇനി എന്താ പറയാനുള്ളത്? എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്, നമ്മളറിയാത്ത എത്ര ടാലൻസ് ആണ് നമ്മുടെ മുന്നിലുള്ളതെന്ന് അറിയോ. ശരിക്കും അങ്ങനെയുള്ള വേദികൾ കിട്ടുമ്പോൾ മാത്രമാണ് അവരറിയുന്നത് എത്ര പേർക്കാണ് പാടാൻ പറ്റുക എന്ന് പറയണത് തന്നെ വലിയൊരു കാര്യമാണ്. പാടുന്നതിന്റെ കൂടെ മിമിക്രിയും എല്ലാം ഉള്ളത് ശരിക്കും ദൈവം അനുഗ്രഹിച്ചൊരു കലാകാരിയാണ്. കടലിന്റെ അങ്ങേ കരയിലായി നേരം വെളുക്കുന്ന അടുത്ത എപ്പിസോഡിൽ നമ്മൾ പുതിയൊരു പെർഫോമറുമായിട്ട് നിങ്ങളുടെ മുന്നിലെത്തും. ആൻഡ് പ്രിയങ്ക ചേച്ചി ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും, കൂടുതൽ പാട്ടുകളും ഗെയിംസും ഒക്കെ കളിക്കാനായിട്ട്. സോ ടിൽ ദെൻ എല്ലാവരും ഗുഡ് നൈറ്റ്. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്.